പ്രിയമുള്ളവരെ, മനസ്സ് നന്നാവട്ടെ. മൈ ഭാരത് പോർട്ടലിനകത്ത് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പയിനാണ് വികസിത് ഭാരത് ക്വിസ് എന്നുള്ള പ്രോഗ്രാം. അത് NSS വോളണ്ടിയർ ആയിട്ടുള്ള വിദ്യാർത്ഥികൾ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് എന്നുള്ള ഒരു ഷോർട്ട് വീഡിയോ ആണ് നൽകുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. ഏതെങ്കിലും ഒരു ബ്രൗസറിനകത്ത് മൈ ഭാരത് എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുന്ന സമയത്ത് മൈ ഭാരത് പോർട്ടലിൻ്റെ ഹോം പേജ് കിട്ടും. ആ ഹോം പേജിൽ തന്നെ ദ വികസിത് ഭാരത് ക്വിസ് എന്ന പറയപ്പെട്ട ഒരു ബാനർ ഉണ്ട്. ആ ബാനറിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ക്ലിക്ക് ചെയ്ത ശേഷം നമുക്കിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കിട്ടും. ഇതിൽ സ്റ്റാർട്ട് ക്വിസ് ടൈപ്പ് ചെയ്യുക. ഇവിടെ നമുക്ക് ലോഗിൻ പേജാണ്. നമ്മൾ ഏത് നമ്പറിലാണ് ലോഗിൻ ചെയ്തിട്ടുള്ളത് ആ നമ്പർ കൊടുത്തുകൊണ്ട് കൺസെൻറ്റ് ടിക്കറ്റ് ലോഗിൻ ചെയ്യുക. OTP വരും. OTP വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ആ OTPയെ ഇവിടെ ടൈപ്പ് ചെയ്തുകൊണ്ട് വെരിഫൈ OTP കൊടുത്തുകൊണ്ട് നമ്മളുടെ പ്രൊഫൈലിലേക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാണ് അടുത്ത സ്റ്റെപ്പ് വരുന്നത്. ഇവിടെ നമുക്ക് വീണ്ടും ആ ബാനർ കാണുന്നുണ്ട്. അതിൽ ടേക്ക് ക്വിസ് എന്നുള്ള ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താഴേക്ക് ജസ്റ്റ് നോക്കുന്ന സമയത്ത് ക്വിസുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ നേരത്തെ കാണിച്ച കാര്യങ്ങൾ തന്നെ ഉണ്ട്. അതിൽ അടുത്തത് ക്വിസുമായി ബന്ധപ്പെട്ട ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതായത് രജിസ്ട്രേഷൻ ഫീ ഒന്നുമില്ല. 24 ഓപ്ഷൻസ് ഉള്ള ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് കാണാൻ സാധിക്കുക. 20 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. നമുക്ക് 10 മിനിറ്റാണ് അതിന് ലഭിക്കുന്നത്. ടൈമർ വെച്ചുകൊണ്ടാണ് അത് റൺ ചെയ്യുന്നത്. എക്സെട്ര ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ആ ഇൻസ്ട്രക്ഷൻസ് ഒന്ന് നമ്മൾ വായിച്ച് നോക്കുക. വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും താഴെ ക്വിസിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസും അതുപോലെ പാസ് സ്കോർ 7 എന്ന കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. മുകളിൽ സ്റ്റാർട്ട് ക്വിസ് കൊടുക്കുക. സ്റ്റാർട്ട് ക്വിസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ ഈ മൈ ഭാരത് പോർട്ടൽ പ്രൊഫൈലിൻ്റെ പേര്, അതേപോലെ തന്നെ സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, അതേപോലെ തന്നെ അർബൻ ആണോ റൂറൽ ആണോ, ദെൻ ലോക്കൽ ബോഡി നമ്മൾ സെലക്ട് ചെയ്തു. പിൻകോഡ് ഓൾറെഡി വരുന്നുണ്ട്. മൊബൈൽ നമ്പർ ഉണ്ട്. അടുത്തത് ഇവിടെ ദിവ്യാങ് ഓർ നോട്ട് എന്നുള്ളതാണ്. ഫിസിക്കലി സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളാണോ എന്ന് ചെക്ക് ചെയ്യാനാണ്. അപ്പോൾ ഞാനിവിടെ നോ കൊടുത്തുകൊണ്ട് താഴേക്ക് വന്നു. ഈ സ്റ്റേജിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ മലയാളത്തിലാണ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ മലയാളം സെലക്ട് ചെയ്ത് സ്റ്റാർട്ട് ക്വിസ് കൊടുക്കുക. ദെൻ ഇവിടെ നമുക്ക് കൃത്യമായ ചോദ്യങ്ങൾ കാണാൻ പറ്റും. അവിടെ ടൈമറും പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു 20 ക്വസ്റ്റ്യൻസ് 10 മിനിറ്റിനകത്ത് നമ്മൾ അറ്റൻഡ് ചെയ്യുകയാണ് വേണ്ടത്. ഇനി മലയാളം അല്ലാതെ തന്നെ നമുക്ക് മലയാളം സെലക്ട് ചെയ്യാതെ ഇവിടെ ഡിഫോൾട്ടായിട്ടുള്ള ഇംഗ്ലീഷ് കൊടുത്ത് സ്റ്റാർട്ട് ക്വിസ് കൊടുത്തുകൊണ്ട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം. ഓരോ ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് അടിച്ച് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ ഒരു ക്വിസ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുക. മാത്രമല്ല അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് ലഭ്യമാണ്. അതുപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്ന 10,000 പേർക്ക് മൈ ഭാരത് ഗുഡീസ് നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ മറ്റൊരു വലിയ അവസരം എന്ന് പറയുന്നത് ജനുവരിയിൽ ഡൽഹിയിൽ വെച്ച് നടക്കുന്ന വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് കോൺക്ലേവിലൊക്കെ പങ്കെടുക്കാനുള്ള അവസരം ചിലപ്പോൾ ലഭിച്ചേക്കാം. അതുകൊണ്ട് തീർച്ചയായും ഇത് ചെയ്തു നോക്കി. ഇനി എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ അതിന് മറുപടി നൽകാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.